ഈ സമരം തുടങ്ങാൻ കാരണം എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ PS കാരണമാണ്. കാരണം ഞങ്ങളടുത്ത് പറഞ്ഞത് നിങ്ങളുടെ 1-ാം റാങ്കുകാരൻ ഇത്തവണ കയറില്ല, അടുത്ത തവണ കയറില്ല, അതായത് ഇക്കൊല്ലം കയറില്ല, അടുത്ത കൊല്ലവും കയറില്ല. അവരെ റൂമിലേക്ക് പോയി കഴിഞ്ഞാൽ അപ്പം തന്നെ എല്ലാവരും മാനസികമായിട്ട് തളർത്തി കരയിച്ച് അവിടെ നിന്ന് പുറത്ത് വരാനാണ് അങ്ങനെ ഉണ്ടാവാറ്. 1:25 നടപ്പിലാക്കി എന്തെങ്കിലും ചാൻസ് ഉണ്ടാവില്ലേ സാറേ ചോദിച്ചപ്പോൾ ഒരു വിലയില്ലാത്ത രീതിയിൽ നടപ്പിലാക്കാം, ഒരു സമയത്ത് നടപ്പിലാക്കാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് അത് പറയാൻ മനസ്സില്ല എന്നാണ് പറഞ്ഞത്. ആ ഒരൊറ്റ കാരണം കൊണ്ട് ഞങ്ങൾ വീണ്ടും സമരം കടുപ്പിക്കാൻ തന്നെയാണ് പോകുന്നത്. എഡ്യൂക്കേഷൻ മിനിസ്റ്ററിൻ്റെ അടുത്ത് സംസാരിച്ച് കഴിഞ്ഞാൽ ചെയ്യാം ആ രീതിയിൽ മാത്രമേ സംസാരിക്കാറുള്ളൂ. പക്ഷേ എഡ്യൂക്കേഷൻ മിനിസ്റ്ററിനെ അങ്ങനെ സംസാരിക്കണമെങ്കിൽ തന്നെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ അപ്പം തന്നെ PS-ൻ്റെ അടുത്ത് സംസാരിക്കും. അപ്പോൾ അവർ നെഗറ്റീവ് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പം തന്നെ നോക്കി ചെയ്യാം അങ്ങനെ തന്നെ സംസാരിക്കാം. ഈ ഒരു സാഹചര്യത്തിൽ നമുക്ക് സമരം ചെയ്യാനില്ലാണ്ട് വേറെ നിവർത്തിയില്ല. എന്തായാലും ഇറങ്ങി തിരിച്ച് ചെയ്യാം. ജോലി കിട്ടാണ്ട് പോയി കഴിഞ്ഞാൽ വേറെ നിവർത്തിയൊന്നുമില്ല. അതുകൊണ്ട് സമരം ചെയ്യുന്നു.